നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടിത്തറ ഇളക്കിയ ഒരാൾ കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു. അന്ന് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് ശേഷമാണ് സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നവും ആദ്യം ചർച്ചയാവുകയും ഗണേഷ് കുമാറിനെ ഒരു സ്ത്രീയുടെ ഭർത്താവ് വീട്ടിൽ കയറി അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുകയും ആ വാർത്ത പുറത്തു വരികയും ചെയ്തതോടെ അത് ആരാണെന്ന് നിയമസഭയിൽ ഏത് നേതാവാണ് എന്ന് പറയാതെ പി സി ജോർജ് ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു. ആ വിഷയം പി സി ജോർജ് ഉന്നയിച്ചതോടുകൂടി ഇതാരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായി. പിന്നീട് കെ ബി ഗണേഷ് കുമാർ തനിക്ക് അടി കിട്ടിയത് എൻ്റെ ഭാര്യയിൽ നിന്നാണ് അടി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രമൊക്കെയായി കോടതിയിലേക്ക് കേസുമായി പോയി. അപ്പോഴാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും അതിനുശേഷം സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തത്. ഏതായാലും സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ തട്ടിപ്പുകാരിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്, അവസാന നിമിഷം വരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ബാലകൃഷ്ണപിള്ളയാണെന്നും അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യതകൾ ഉണ്ടെന്നുമൊക്കെ പലവട്ടം ഈ സോളാർ തട്ടിപ്പുകാരി പറഞ്ഞിരുന്നു. ഏതായാലും രണ്ടാം ഘട്ടത്തിൽ അന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് പിന്നീട് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ ഇറങ്ങിയ കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ പതനം പൂർത്തിയാകും വരെ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സ്വന്തം പിതൃതുല്യനാണെന്ന് പറഞ്ഞിരുന്ന സോളാർ തട്ടിപ്പുകാരിയെ കൊണ്ട് പിന്നീട് ഉമ്മൻചാണ്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ പോലും ശ്രമിച്ച അത്രയധികം നികൃഷ്ടമായി ഉമ്മൻചാണ്ടിയെ തീർക്കാൻ ഇറങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കെ ബി ഗണേഷ് കുമാർ. എന്നാൽ കെ ബി ഗണേഷ് കുമാർ പിന്നീട് രാഷ്ട്രീയ രംഗത്ത് നിന്നും ഏതാണ്ട് പിന്നീട് മന്ത്രിയാകാൻ സാധിക്കാതെ വരികയും അത് കുടുംബ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വീണ്ടും മന്ത്രിയായി. ആ സമയത്ത് കുറേ കാലം പിണറായി വിജയനെ ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയന്റെ അവരുമായി LDF-ലാണെങ്കിൽ കൂടി പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും മന്ത്രിയായി. ഇപ്പോൾ മന്ത്രിപദം കിട്ടിയപ്പോൾ അദ്ദേഹം വന്ന് ആദ്യം പറഞ്ഞത്, എന്നെ ഇനി ഞാൻ വയസ്സായി വിവാദങ്ങളിലൊന്നും പെടുത്തരുത്, എന്നെക്കുറിച്ചൊന്നും പറയരുത്. കാരണം പഴയകാല ചരിത്രം ഗണേഷ് കുമാറിൻ്റെത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യക്തിപരമായി സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ വ്യക്തിപരമായി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷേ ഇത് ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു തട്ടിപ്പിന് കൂടി, ഗണേഷ് കുമാറിന്റെ ഈ തട്ടിപ്പുകാരിയുമായുള്ള ബന്ധം പിന്നീട് പല തട്ടിപ്പുകൾക്കും കളമൊരുങ്ങുന്നു. മുഖ്യമന്ത്രി അതിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു. മുഖ്യമന്ത്രിയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന അവസ്ഥയെത്തുന്നു. ഇങ്ങനെയൊക്കെ വന്ന ആകെ കൂടി ഒരു വൃത്തികെട്ട രീതിയിൽ പല MLA-മാരെയും MP-മാരെയും ഒക്കെ അത്തരത്തിൽ അവരെല്ലാം മോശമായി പെരുമാറിയിരുന്നു എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. ഏതായാലും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം സത്യത്തിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അടിവേരിളക്കിയത്, ആ ഉമ്മൻചാണ്ടി സർക്കാർ ഇത്രയധികം നാണക്കേടുണ്ടാക്കിയത്, ഉമ്മൻചാണ്ടി അടക്കം ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചത്. ഉമ്മൻചാണ്ടി നമുക്കറിയാം, നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ, ഏറ്റവും ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തെക്കുറിച്ച് സ്വഭാവദൂഷ്യം ആരോപിച്ചാൽ വെറുതെ ഈ മാധ്യമങ്ങളൊക്കെ പറയുമെന്നല്ലാതെ ആരും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഘട്ടത്തിൽ പോലും മാധ്യമപ്രവർത്തകരായിരുന്നു നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടിയെ പോലൊരു നല്ല നേതാവിനെ വളരെ പൊതുജന മധ്യത്തിൽ മോശക്കാരനാക്കുന്നതിൽ പങ്കുവഹിച്ച കെ ബി ഗണേഷ് കുമാർ പിന്നീട് തന്നെ ഇനിയൊന്നും പറയരുത്, താൻ വയസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നെങ്കിലും വീണ്ടും കെ ബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം പഴയ അടികൊണ്ട ചിത്രങ്ങളടക്കം ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതിന് കാരണം കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ അറിയാം. യാതൊരു വിധത്തിലുള്ള ഒരു പേരുദോഷവുമില്ലാത്ത മാന്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രേമചന്ദ്രനെ നമുക്ക് ഏവർക്കും അറിയാം. പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചതോടെയാണ് വീണ്ടും പ്രേമചന്ദ്രനെ പൂജാമുറിയിൽ മോദിയുടെ ചിത്രമാണെന്ന് പറഞ്ഞതിലൂടെ വീണ്ടും ആ കിടപ്പുമുറി പരാമർശം വീണ്ടും നടത്തുകയാണ് ഷിബു ബേബി ജോൺ. അതായത് പ്രേമചന്ദ്രന്റെ മുറിയിൽ പൂജാമുറിയിലേക്കാണ് നോക്കിയത്, കിടപ്പുമുറിയിലേക്ക് നോക്കിയില്ല. അല്ലെങ്കിൽ പല കിടപ്പുമുറികളിലേക്കും ഗണേഷ് കുമാർ നോക്കാതെ പൂജാമുറിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തൻ്റെ പഴയ ചീഞ്ഞ കഥകളൊന്നും പറയുന്നില്ല എന്നുകൂടി ഷിബു ബേബി ജോൺ പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഗണേഷിന്റെ പരസ്ത്രീ ബന്ധവും മറ്റ് കുടുംബം തകരാനിടയായ സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഏതായാലും കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ ഒഴിവാക്കി വളരെ മാന്യമായി തെരഞ്ഞെടുപ്പുമായി ഫോക്കസ് ചെയ്താണ് പല സ്ഥാനാർത്ഥികളും പോകുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ നമുക്ക് മനസ്സിലാക്കാൻ, തിരുവനന്തപുരത്തൊരു സ്ഥാനാർത്ഥിയുണ്ട്, രാജീവ് ചന്ദ്രശേഖർ. 100 കൂട്ടം കാര്യങ്ങൾ ശശി തരൂരിനെ കുറിച്ച്, തന്റെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വ്യക്തിപരമായി പറയാനുള്ളപ്പോൾ പോലും വ്യക്തിപരമായി താനൊന്നും പറയുന്നില്ല. താൻ വികസനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അത്രയും മാന്യനായ ഒരു സ്ഥാനാർത്ഥി. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും. അതുപോലെ തന്നെയാണ് പ്രേമചന്ദ്രൻ വളരെ മാന്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഉള്ള സ്ഥാനാർത്ഥികളെ
കടന്നാക്രമിക്കാൻ ഏത് നികൃഷ്ട പണിയും എടുക്കുമെന്ന ഇടതുപക്ഷം എപ്പോഴും ഇങ്ങനെയാണ്. ഏത് തരത്തിലുള്ള ഒരാളെ തകർക്കാൻ ഏത് തരത്തിലുള്ള ആയുധങ്ങളും അവർ ഉപയോഗിക്കും. ആ ആയുധങ്ങളിലൊന്നായി അതിനുള്ള ഒരു ആയുധമായി ഇപ്പോൾ ഗണേഷ് കുമാർ മാറുന്നുണ്ട്. അത് ഗണേഷ് കുമാറിന് തന്നെയാണ് ദോഷം ചെയ്യുക. ഗണേഷ് കുമാറിന്റെ പരസ്ത്രീ ബന്ധം വീണ്ടും വാർത്തകളിൽ നിറയുകയും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ടൊന്നും ഈ ഗണേഷ് കുമാർ മോദിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടൊന്നും ഒരിക്കലും MK പ്രേമചന്ദ്രന്റെ ജനസ്വീകാര്യത കുറയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ മാന്യമായ രാഷ്ട്രീയം, സംശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല പാർലമെന്റിലും കേരളത്തിൽ മിണ്ടുന്ന പാർലമെന്റേറിയന്മാരിൽ അപൂർവം പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രകടനമടക്കം ചർച്ചയാകുന്ന ഈ സമയത്ത് ഇതൊന്നും തന്നെ വിലപ്പോകില്ല. ഗണേഷ് കുമാർ തന്റെ സ്വന്തം കുഴി തോണ്ടുകയാണ് ഈ വിഷയത്തിലെന്ന് മാത്രമേ പറയാനുള്ളൂ.